പണം നാളെ തരാമെന്ന് ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പണയം അയാളത് ചോദിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ ഒരു മര്യാദ, ഒരു ഉറപ്പിനെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മുടെ വസ്തുവിൻ്റെയൊക്കെ ആധാരം ബേബി ലോൺ ഗ്യാരണ്ടിയായി ബാങ്കിൽ വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ലോൺ തീരാതെ അത് എടുക്കാൻ പറ്റില്ല. അതാ ഞാൻ പറയാൻ വന്നത്. ബോബിയുടെ കമ്പനിയുടെ ആധാരം കൊടുത്താലും മതിയായിരുന്നു. ഡാഡിയുടെ കയ്യിലല്ലേ അതുള്ളത്, അതും കൊടുത്താൽ പോലെ. അത് നിനക്കറിയില്ലേ, അവൻ്റെ അപ്പനും അമ്മയും പ്ലെയിൻ ക്രാഷ് മരിക്കുമ്പോൾ അവന് 2 വയസ്സാണ്. ഞാൻ അവനെ വളർത്തി അവരുടെ സ്ഥാനത്ത് നിന്നാ. അതിൻ്റെ സ്നേഹവും ബഹുമാനവും അവൻ എന്നോടും ഈ കുടുംബത്തോടും കാണിക്കുന്നുമുണ്ട്. ഞാൻ ആവശ്യപ്പെട്ട അവൻ സമ്മതിക്കും. പക്ഷെ അവൻ എന്നോടല്ലാതെ എനിക്ക് അവനോടൊരു കടപ്പാട് മോൻ തന്നെ ചോദിക്കുന്ന നല്ലത്. കരിഭൂതത്തിന്റെ കൂടത്തെ ഇനി ഡിസിപ്ലിൻ. കരിഭൂതം കൂട്ടിലുണ്ടോ എന്തോ? ദേ വരുന്നു. എല്ലാരും പോയി കൈയും കാലും മുഖവും കഴുകി അത്താഴം കഴിച്ച് മിണ്ടാതെ കിടന്നോണം. ഈ വർഷം കൂടെ ഞാൻ സഹിക്കും. അടുത്ത വർഷം മുതൽ തലതെറിച്ചങ്ങളെ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞോണം. സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നാൽ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വരുന്ന മാഷുമാരെയൊക്കെ ഓരോ വിധത്തിൽ ശല്യം ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഇതിങ്ങളെ കണ്ടാൽ തന്നെ തലവെരുക്കുക. ഡാഡി ഞങ്ങളെയൊക്കെ കുറെ വിരട്ടി വളർത്തിയതല്ലേ, അതിന്റെ ശിക്ഷയാവും പിള്ളേര് വല്യപ്പച്ചന് വരുന്നത്. വല്യപ്പച്ചനല്ല, കരിമ്പൂതം. അതാണ് അവറ്റകൾ എനിക്കിട്ടിരിക്കുന്ന ഓമനപ്പേര്. കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും. അതെ അതെ, ഒരു 5-6 ദിവസം കൂടെ നിന്നാലറിയാം കുസൃതിയുടെ കടുപ്പം. ഇവരുടെ കയ്യിലിരിപ്പിനെ കുസൃതി എന്നല്ല പറയേണ്ടത്, കുരുത്തക്കേടെന്നാ. യുദ്ധം എങ്ങാൻ തുടങ്ങിയാൽ നമുക്ക് ആറ്റം ബോംബൊന്നും വേണ്ട, ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി. എതിരാളികൾ ഓടുമ്പോ അവരുടെ കോണോമാല് വടി പോലെ നിൽക്കും. കുറെ ഞാൻ സഹിച്ചു. ഇനി കൊച്ചുമക്കളാണെന്ന് വിചാരിക്കില്ല. അതുകൊണ്ടോ ഞാൻ സെൻട്രൽ ജയിലിൽ ഇരിക്കുമ്പോ എന്റെ ഡിസിപ്ലിൻ കണ്ടിട്ട് റെസിഡന്റ് ഹക്സ്ലി സമ്മാനിച്ച ഇത് ഞാനിങ്ങ് എടുക്കും. ഇനി ഇവിടെ വന്നാ കുഴപ്പ വാളിന്റെ കഥ. വാ കേട്ടിട്ട് അയ്യർ 1947 ഈ വാളിന്റെ കഥ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഇനി എന്നോട് പറയണ്ട. എനിക്ക് ചിക്കനിൽ ഇത്തിരി ജോലിയുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. ബേബിച്ചായൻ അപ്പൊ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അതല്ലടാ മോനെ, ഞാൻ കടത്തിലാക്കിയ കമ്പനിയാ വലിയ റിസ്കോടെ നീ ഏറ്റെടുത്തിരിക്കുന്നത്. നിനക്കൊരു 50 ലക്ഷം രൂപയുടെ എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും അതിനുവേണ്ടി നിന്റെ കമ്പനി സ്വത്തുമൊക്കെ ബാങ്കിൽ വെച്ച് 5-6 ലക്ഷം രൂപ ലോൺ എടുക്കണമെന്നൊക്കെ ഡാഡി പറഞ്ഞു. ബേബിച്ചായൻ അടുത്ത മാസം വരുമ്പോൾ പണം തിരിച്ചു തരാന്നല്ലേ പറയുന്നത്? ബേബിച്ചായൻ വന്ന ശേഷം പണം കിട്ടിയാലും എൻ്റെ കാര്യം നടക്കും. അതുകൊണ്ട് എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, തൽക്കാലം ബേബിച്ചായൻ്റെ കാര്യം നടക്കട്ടെ. അത് വേണം? വേണം. എനിക്ക് ഈ ലോകത്ത് ഡാഡിയും ബേബിച്ചായനും മാത്രമാണ്. എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് നിങ്ങളുടെ, എൻ്റെ സ്വത്തല്ല. എന്നെ വരെ നിങ്ങൾക്ക് വേണ്ടി പണയം വയ്ക്കാൻ ഞാൻ തയ്യാറാണ്. അതിനെന്നോട് അനുവാദം ചോദിച്ചാൽ എനിക്കിത്തിരി നോവും. ശരി, ചോദിച്ചതിന് മാപ്പ്. എന്താ ഇങ്ങനെ നിന്ന് ഈ സ്വപ്നം കാണുന്നത്? സ്വപ്നത്തിന് ഇത്രയും സുഖമില്ലടോ. താൻ അത് കണ്ടോ? 2 അമ്മയുടെ മക്കളാ. പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവന്മാരിങ്ങനെ ചിരിച്ചു നടക്കുന്നത് കണ്ട് തന്നെ എനിക്ക് മരിക്കണം. ചായ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ സാരി ഡെയ്സിക്ക് തീരെ യോജിക്കുന്നില്ല. ജപ്പാനിൽ എല്ലാവരും കിമോണയാണ് ധരിക്കുന്നത്. എന്റെ ഭാര്യ എന്തുടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. താൻ അവളെ സാരി ഉടുപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ, തന്റെ മോണ ഇടിച്ച് ഞാൻ കിമോണയാക്കും. ഒരു മാനേജർ. മൈൻഡ് യുവർ വേർഡ്സ്. ഡെയ്സി, ആ സാരിയുടെ മുന്താണി എടുത്തൊന്ന് പോച്ചോ. എന്തിന്? തണുപ്പായതുകൊണ്ടല്ല, ഓരോരുത്തന്മാരുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് കലി വരുന്നു. അത് പതിവുള്ളതല്ലേ. അച്ഛനൊന്ന് പോയേ. അച്ചായം പോവാം. പിന്നെ വൈകുന്നേരം ഞാൻ ഫോൺ ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ മതി. വൈകിട്ട് വിളിക്കാനൊന്നും വരണ്ട, ഞാൻ പൊക്കോളാം. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. 1-ാം തീയതി തരാമെന്ന് പറഞ്ഞതുകൊണ്ടാ ഉണ്ടായിരുന്ന താലിമാല പണയം വെച്ച് 1000 രൂപ ഞാൻ മാനേജ് സാറിന് കൊടുത്തത്. ഇപ്പൊ പറയുന്നു അടുത്ത മാസം തരാമെന്ന്. എടോ,
താൻ ജപ്പാനിൽ പോയി ചെരുപ്പ് കുത്താൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ തന്നെ ഞാൻ മാനേജരാക്കിയത്. താൻ 2 മാസമല്ലേ ആയുള്ളൂ ഇവിടെ ജോലി കയറിയിട്ട്. അതിനിടെ നാട്ടിലുള്ള സകല പട്ടിയുടെയും പൂച്ചയുടെയും വരെ താൻ കടം വാങ്ങിച്ചു. താൻ ഈ കടമൊക്കെ വാങ്ങിച്ചിട്ട് താൻ മുങ്ങിക്കളഞ്ഞ അവർക്ക് ഞാനായിരിക്കും അവസാനം കൊടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നീയൊക്കെ കൂടെ എന്നെ പിച്ച ചട്ടി എടുപ്പിക്കല്ലേ. അടുത്ത മാസം ഇവന്റെ ശമ്പളത്തിൽ ഞാൻ തന്നേക്കാം, കുട്ടി വെക്കുള്ളൂ. ഡെയ്സി, ഒരാൾ പോലും ഇവന് 10 പൈസ കടം കൊടുക്കരുതെന്ന് പറഞ്ഞേക്കണം. അടുത്ത മാസം 20-ാം തീയതി ആ ഓർഡർ മീറ്റ് ചെയ്തില്ലെങ്കിലേ തന്നെ ആയിരിക്കും ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കാം. കുട്ടികളുടെ കാര്യത്തിൽ ഡാഡി ഇടപെടണ്ട. ദേ ഇവൾക്ക് വിട്ടാ മതി. നേരത്തെ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. അയ്യോ എന്നെ കൊണ്ട് വയ്യ, ആദ്യം കുറഞ്ഞുള്ള പ്രാക്ടീസ് മതി. ബോബി നോക്കിക്കോളും, അവൻ പറഞ്ഞാലേ അവര് കേൾക്കൂ. മാഷാണല്ലേ, വരൂ. ഇരിക്കൂ, ഞാൻ സ്പെക്സ് എടുത്തുണ്ട്. സോറി. യെസ്. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വിട്ടിരിക്കുക. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പം അങ്ങോട്ട് പോകും. ഡോണ്ട് വറി. പഠിക്കാൻ ബഹുമിടുക്കന്മാരാ, കുരുത്തക്കേട് പഠിക്കാൻ. ഡോണ്ട് വറി. ഇതുവരെ നിങ്ങളെ പോലുള്ള 6 വാദ്യമാരും മനം മടുത്ത് രാഖിരാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. ഡോണ്ട് വറി. അവസാനമായിട്ട് വന്നത് കക്കൂസ എന്ന് പറഞ്ഞൊരു സായിപ്പ. ആ, രണ്ടും ഒന്ന് തന്നെ. അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം എലിവേഷൻ കലക്കി. നല്ല കാലത്തിന് അയാളതറിഞ്ഞ് ജീവനും കൊണ്ടോടി. ഡോണ്ട് വറി. ഇത്രയും പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ കടുവാക്കൂട്ടിലേക്കാത്താൻ തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ. നോ പ്രോബ്ലം. അയ്യരെ, മാഷ് കാപ്പിയോ ചായ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാഷേ, ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. പിന്നെ കുട്ടികൾ സ്വല്പം തലതെറിച്ച് നിങ്ങളാണ്. ഡോണ്ട് വറി. ഇത് കണ്ടോ, പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. എന്താണ് അത്? കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ 7 ദിവസം ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല. ഇത് കാന്താരി അരച്ച് തേച്ച് എണ്ണയിൽ പഴുപ്പിച്ചെടുത്തതാണ്. ഒരടിക്ക് 7 സ്വർഗം കാണും. ഇത് കണ്ട പാതാളക്കരണ്ടി. ഇത് അണ്ണാക്കിലേക്ക് അമർത്തി വെളിയിലേക്ക് ഒരു വലി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക്, തെരണ്ടി വാഴ്ചാട്ട. ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്കുകൾ എല്ലാ വർഷവും പഴുക്കുമ്പോൾ ഓർക്കും. ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പക്ഷേ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് അബൌട്ട് യു? നോ. മാസ്റ്റർക്ക് എന്ത് വേണം ചെയ്യാം. ഇവരൊന്ന് നേരെ ചൊവ്വയായി കിട്ടിയാൽ മതി. ഡോണ്ട് വറി.